ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സീതാദേവി ദശരഥ മഹാരാജാവിന് പിണ്ഡം നൽകുന്ന ഭാഗമാണ്. ദശരഥ മഹാരാജാവ് സീതാദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും തനിക്ക് വിശക്കുന്നു, നീ എനിക്ക് പിണ്ഡം നൽകുക എന്ന് പറഞ്ഞപ്പോൾ, രാമനില്ലാതെ എങ്ങനെ ഞാൻ അങ്ങേക്ക് പിണ്ഡം നൽകും എന്ന് ചോദിച്ചപ്പോൾ ദശരഥ മഹാരാജാവ് പറയുകയാണ്, രാമനും ജാനകിയും എനിക്ക് ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് മകളെ നീ എനിക്ക് പിണ്ഡം നൽകൂ എന്ന്. അങ്ങനെ സീതാദേവി തുളസിച്ചെടിയെയും ബ്രാഹ്മണരെയും ആൽമരത്തിനെയും സാക്ഷി നിർത്തിക്കൊണ്ട്, ഫാൽഗുനി നദിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് സീതാദേവി ദശരഥ മഹാരാജാവിന് പിണ്ഡം നൽകുന്ന ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞത്. സീതാദേവിയുടെ പിണ്ഡം സ്വീകരിക്കുകയും ദശരഥ മഹാരാജാവ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്ത ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു ശ്രാദ്ധത്തിനുള്ള സാമഗ്രികളും ശേഖരിച്ചുകൊണ്ട് തിരിച്ചെത്തി. സീതാദേവി അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി രാമനോട് പറയുകയാണ്, പ്രഭു, അജപുത്രൻ ദശരഥൻ, നമ്മുടെ അച്ഛൻ, ഇന്ന് ആശ്രമത്തിൽ വന്നിരുന്നു. എന്നോട് ശ്രാദ്ധപിണ്ഡം നൽകുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ അത് നൽകി. പിണ്ഡം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു ജാനകിയോട് ചോദിക്കുകയാണ്, അല്ലയോ ദേവി, അവിടുന്ന് ശ്രാദ്ധം നൽകിയത് ആരൊക്കെ കണ്ടു? അത് കേട്ടപ്പോൾ സീതാദേവി പറയുകയാണ്, ദേ ബ്രാഹ്മണർ നിൽക്കുന്നു, അവരോട് ചോദിക്കൂ, അവർ കണ്ടു. രാമൻ ബ്രാഹ്മണരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ കണ്ടോ എൻ്റെ പിതാവ് ദശരഥനെ? ഉടനെ അവർ പറയുകയാണ്, ഞങ്ങൾ കണ്ടില്ല. അത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ഉറക്കെ ചിരിച്ചു. അപ്പോൾ സീതാദേവി ലജ്ജിച്ച് തല താഴ്ത്തി. ദേവിയുടെ മുഖം വിവർണമായി, ജാനകിയുടെ ശരീരം വിറച്ചു. സീത അവരെ ശപിച്ചു. എങ്ങനെയാണ് ശപിച്ചത്? ദേവി ശപിക്കുകയാണ്, ലക്ഷം വില പിടിക്കുന്ന സമ്പത്ത് ഭവനത്തിലുണ്ടെങ്കിലും നിങ്ങൾ ഭിക്ഷക്കാരെ പോലെ നാടു നീളെ അലഞ്ഞു നടക്കും. ഇങ്ങനെയാണ് ബ്രാഹ്മണരെ സീതാദേവി ശപിച്ചത്. ഇങ്ങനെ ശപിച്ചിട്ട് സീത കരഞ്ഞു. അപ്പോൾ രാമൻ പറയുകയാണ്, ജാനകി വിഷമിക്കരുത്, മറ്റാരാണ് സാക്ഷി? അപ്പോൾ സീത വീണ്ടും പറഞ്ഞു, ഈ തുളസിച്ചെടി, ഈ തുളസി കണ്ടിരുന്നു, തുളസിയോട് ചോദിക്കൂ, അവർ കണ്ടതാണ് എന്ന് ദേവി പറഞ്ഞപ്പോൾ രാമൻ തുളസിയോട് ചോദിച്ചു, സീതാദേവി ദശരഥന് പിണ്ഡം നൽകിയത് നിങ്ങൾ കണ്ടോ? വിവരിച്ച് പറഞ്ഞു തരൂ. നിങ്ങൾ ദശരഥ മഹാരാജാവിനെ നേരിൽ കണ്ടോ? ഉടനെ ബ്രാഹ്മണർ പറഞ്ഞതുപോലെ തുളസിച്ചെടിയും പറയുകയാണ്, ഞങ്ങൾ കണ്ടില്ല. ഉടനെ സീതയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. സീതയ്ക്ക് വലിയ ദുഃഖവും ഉണ്ടായി. അപ്പോൾ ദുഃഖത്തോടു കൂടി ജാനകി തുളസിയെ ശപിച്ചു. നിങ്ങൾ എനിക്ക് ഇത്രമാത്രം ദുഃഖത്തിനിടയാക്കിയതിനാൽ ഭൂമിയിൽ ജനിച്ച് സർവോത്തമരായി തീരുകയും, പക്ഷേ നിങ്ങളുടെ ഇല ശ്രീഹരിക്ക് പ്രിയമാണെങ്കിലും കുറുക്കനും നായും മലമൂത്രങ്ങൾ വിസർജിക്കുന്നിടത്തുമൊക്കെ നിങ്ങൾ ജീവിക്കുകയും ചെയ്യും. ഇങ്ങനെ തുളസിച്ചെടിയെ സീതാദേവി ശപിക്കുകയാണ്. അതിനുശേഷം രാമൻ ചോദിച്ചു, ശരി ജാനകി, മറ്റാരാണ് ഇതിന് സാക്ഷിയായിട്ടുള്ളത്? പ്രഭു, ഇനിയും സാക്ഷിയുണ്ട്. ഈ ഫാൽഗുനി നദി സാക്ഷിയാണ്. രാമൻ എത്രയെത്ര ധനമാണ് ഫാൽഗുനിയിൽ അർപ്പിച്ചിട്ടുള്ളത്. ഉടനെ രാമൻ നദിയോട് ചോദിച്ചു, നിങ്ങൾ കണ്ടോ അജപുത്രൻ ദശരഥനെ?
ഉടനെ നദിയും പറയുകയാണ്, രഘുനാഥ, ദശരഥ മഹാരാജാവിനെ ഞങ്ങൾ കണ്ടില്ല. ഇതും കൂടി ആയപ്പോൾ സീതാദേവി ഉച്ചത്തിൽ കരഞ്ഞുപോയി. എന്നിട്ട് സീത പറയുകയാണ്, ഞാൻ ഈ ഫൽഗു നദിയെ ശപിക്കുകയാണ്. നീ ഭൂഗർഭത്തിൽ മാത്രം ഒഴുകുന്നവളായി തീരട്ടെ. നീ കുറുക്കന്മാരുടെ മടയായി തീരുകയും ചെയ്യും. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സീതേ, മറ്റാരാണ് നിനക്ക് സാക്ഷിയായിട്ടുള്ളത്? അപ്പോൾ സീത ലജ്ജയോടുകൂടി പറഞ്ഞു, ഈ നിൽക്കുന്ന വടവൃക്ഷത്തോട് വിളിച്ചു ചോദിക്കൂ പ്രഭു, വൃക്ഷവും കണ്ടതാണ്. അപ്പോഴേക്കും വൃക്ഷം ഉറക്കെ വിളിച്ചു പറഞ്ഞു, സീതാരാമന്മാർ ഒന്നിച്ചു നിൽക്കുന്ന ദിവ്യദർശനം കിട്ടിയല്ലോ, ഞാൻ സാക്ഷി പറയാം. വടവൃക്ഷത്തിന്റെ വാക്കുകൾ കേട്ട് സീത സന്തോഷിച്ചു. രാമനും സീതയും ഒരുമിച്ച് ആൽമരത്തെ ശ്രദ്ധിച്ചു. ആൽമരം മുറുക്കെ വിളിച്ചു പറഞ്ഞു, പ്രഭോ, അവിടുന്ന് ചിന്താമണി എന്ന നാമം ധരിക്കുന്നു. ദയാമയൻ എന്ന നാമവും അവിടുത്തേക്കുണ്ട്. പതിതന്മാരിൽ ദയുള്ളത് കൊണ്ടാണ് ദയാമയൻ എന്ന പേര് അങ്ങേക്ക് ലഭിച്ചത്. എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കുന്നതിനാൽ അവിടുന്ന് ചിന്താമണിയാണ്. സീത പിണ്ഡം നൽകുന്നത് അന്തര്യാമിയായ അവിടുന്ന് കാണാത്തതിനാൽ ചിന്താമണി എന്ന പേര് ഇവിടെ നിരർത്ഥകമായി തീർന്നല്ലോ. പ്രഭു ശ്രീരാമചന്ദ്ര, കമലലോചന, എല്ലാവരും കള്ളസാക്ഷിയാണ് പറഞ്ഞത്. സീതാദേവി പിണ്ഡം നൽകി എന്ന് പറഞ്ഞാൽ അങ്ങ് വീണ്ടും ശ്രാദ്ധം ചെയ്യില്ലല്ലോ എന്ന് കരുതിയാണ് ബ്രാഹ്മണർ കള്ളം പറഞ്ഞത്. അങ്ങ് ശ്രാദ്ധം ചെയ്താൽ അവർക്ക് വീണ്ടും അങ്ങയുടെ കയ്യിൽ നിന്നും ധനം മേടിക്കാം. അങ്ങനെ അമിതമായി ധനം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം നിമിത്തമാണ് ബ്രാഹ്മണർ കള്ളസാക്ഷി പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മറ്റു രണ്ടുപേരും കള്ളം പറഞ്ഞത്. ഞാനും കൂടി കളവ് പറഞ്ഞാൽ എന്തു ചെയ്യും? അനന്തനാരായണനും മാത്രമാവും പിന്നെ തെളിവ് നൽകാനുള്ള ഭാരം. സത്യമാണ് ഏറ്റവും വലുത്. സത്യത്തിനു തുല്യം മറ്റൊന്നുമില്ല. ശതകോടി ജന്മം തപസ് ചെയ്താലും കള്ളം പറഞ്ഞാൽ പുണ്യം ലഭിക്കുകയില്ല. സീതാദേവി വലതു കൈകൊണ്ട് പിണ്ഡം അർപ്പിച്ചു. ദശരഥൻ അത് സ്വീകരിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ വടവൃക്ഷം സീതയ്ക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞു. വടവൃക്ഷത്തിന്റെ വാക്കുകേട്ട് രാമൻ വൃക്ഷത്തെ അനുഗ്രഹിച്ചു. വടവൃക്ഷമേ, നീ ചിരഞ്ജീവിയാകട്ടെ, അക്ഷയനും അമരനും ആകട്ടെ. ജാനകി പിണ്ഡദാനം ചെയ്തു എന്ന് എനിക്ക് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സാക്ഷികളോട് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് വരം നൽകാം. വേനൽക്കാലത്ത് തണുപ്പും തണുപ്പുകാലത്ത് ചൂടും അങ്ങയിൽ നിന്നും ഉണ്ടാകും. ഇങ്ങനെ രാമൻ വൃക്ഷത്തെ അനുഗ്രഹിച്ചു. സീത വൃക്ഷത്തെ വീണ്ടും അനുഗ്രഹിക്കുകയാണ്. നിനക്ക് ഓരോ ശാഖയിലും നിറയെ തളിരിലകൾ ഉണ്ടാകും. എന്നും മനോഹരനും സുശീതളനുമായിരിക്കും നീ. നിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നവന് സുഖശീതളമായ അനുഭവം ഉണ്ടാകും. നീ എപ്പോഴും കായും ഇലയും അണിഞ്ഞ് ആനന്ദത്തോടു കൂടി ഇരിക്കും. ഇപ്രകാരം വടവൃക്ഷത്തെ അനുഗ്രഹിക്കുകയാണ് സീതാദേവി. ആൽച്ചുവട്ടിൽ നിന്നും രാമനും സീതയും അങ്ങനെ തിരികെ പോവുകയും ചെയ്തു. അങ്ങനെ ചിത്രകൂടത്തിൽ നിന്നും പുറപ്പെട്ട രാമനും ലക്ഷ്മണനും സീതയും എവിടെ എത്തിച്ചേർന്നു? ഗയയിൽ എത്തിച്ചേർന്നു. സീത പറഞ്ഞു,
പഴയ കഥകൾ പറയൂ പ്രഭു, ഞാൻ കേൾക്കട്ടെ. എന്തു കാരണത്താലാണ് ഗയാധാമം ഉണ്ടായത്? ഇവിടെ പിണ്ടം നൽകുന്നവർ വൈകുണ്ഠത്തിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ രാമൻ സീതയോട് പറയുകയാണ്, പറയാം സീതേ, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഗയാസുരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഇന്ദ്രൻ അവനുമായി ഭീകരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഗയാസുരൻ മഹാശക്തനായിരുന്നു. അവൻ ദേവന്മാരെ എല്ലാവരെയും ജയിച്ച് അശ്വമേധയാഗം ചെയ്തു. ഒരിക്കലും നശിക്കാത്ത ആരോഗ്യമായിരുന്നു അവനുണ്ടായിരുന്നത്. അതിഭീമാകാരമായ ശരീരമായിരുന്നു അവന്. ആരെയും അവൻ മാനിച്ചില്ല. ഓരോരുത്തരെയായി എല്ലാ ദേവന്മാരെയും അവൻ ജയിച്ചു. ദേവന്മാർക്ക് സ്വർഗത്തിൽ വസിക്കുവാൻ തന്നെ കഴിഞ്ഞില്ല. അവർ സങ്കടത്തോടുകൂടി ബ്രഹ്മാവിന്റെ അടുത്തു ചെന്ന് അവരുടെ സങ്കടം പറഞ്ഞു. അല്ലയോ ബ്രഹ്മദേവ, ഞങ്ങളെ രക്ഷിക്കണം. ഗയാസുരനെ ഭയന്നിട്ട് സ്വർഗം ഉപേക്ഷിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് എന്ന് ദേവന്മാർ ബ്രഹ്മദേവനോട് പറഞ്ഞു. ദേവന്മാരുടെ കരച്ചിൽ കണ്ട് വിധാതാവ് അവരെയും കൂട്ടിക്കൊണ്ട് കൈലാസത്തിലെത്തുകയും അവിടെ ചെന്ന് മഹാദേവനോട് സങ്കടം പറയുകയും മഹാദേവനെയും കൂട്ടിക്കൊണ്ട് ഗയനെ നേരിടുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവും ശിവനും കൂടി ഗയനോട് യുദ്ധം ചെയ്തു. പക്ഷേ ശിവനും ബ്രഹ്മാവിനും ഗയനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ബ്രഹ്മദേവൻ ഗയാസുരനോട് പറയുകയാണ്, അല്ലയോ ഗയാസുര, അങ്ങ് വളരെ ബലവാനാണ്. അങ്ങയെപ്പോലെ ഒരു പുണ്യവാനായി മറ്റാരും തന്നെയില്ല. അതുകൊണ്ട് അങ്ങയുടെ മുകളിൽ ഞങ്ങൾ ഒരു യജ്ഞം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ബ്രഹ്മദേവൻ ഗയാസുരനോട് പറഞ്ഞു. അപ്പോൾ ഗയാസുരൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ മേൽ യജ്ഞം ചെയ്യുവിൻ. എന്നാലും എന്നെ വധിക്കുവാൻ സാധിക്കുകയില്ല. കാരണം അത്ര ശക്തിമാനാണ് ഞാൻ. ഉടൻ തന്നെ ഗയാസുരൻ ബ്രഹ്മാവിനും ശിവനും യുദ്ധം ചെയ്യുവാൻ ഉള്ള സ്ഥലം പോലെ നേരെ യാഗഭൂമിയിൽ ചെന്നിട്ട് ഭൂമിയിലേക്ക് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടന്നു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഒരു വലിയ ഭീമാകാരമായ ഒരു ശരീരം ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പുറത്തിരുന്ന് നിങ്ങൾ യജ്ഞം ചെയ്തു കൊള്ളുക, എനിക്കൊരു കുഴപ്പവും വരികയില്ല. ഭൂമിയിലുള്ള പർവ്വതങ്ങളും പാറക്കെട്ടുകളും ഗയാസുരന്റെ മുകളിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒരു വലിയ വേദി അവിടെ ഉണ്ടാക്കി. ദേവന്മാരെല്ലാവരും വന്നു. എന്നിട്ട് ഈ ദേവന്മാരും ബ്രഹ്മാവും എല്ലാം കൂടി ഒന്നു ചേർന്ന് അതിഭാരമുള്ള ഒരു കരടിയായി ആ യജ്ഞവേദിയിൽ ഇരുന്നു. ബ്രഹ്മാവും ശിവനും ചേർന്ന് അഗ്നി ജ്വലിപ്പിച്ചു. കുടങ്ങളിൽ നിറയെ നെയ്യ് കൊണ്ടുവന്നു. ആ നെയ്യ് ഹോമകുണ്ഡത്തിൽ ഒഴിച്ചു. തീജ്വാലകൾ ആകാശത്തിലേക്ക് ഉയർന്നു. പക്ഷേ അസുരന് ഒരു ഭയവും ഉണ്ടായില്ല. യജ്ഞം കഴിഞ്ഞു. ഗയാസുരൻ ശരീരം കുടഞ്ഞ് എഴുന്നേറ്റു. പർവ്വതങ്ങൾ അപ്പോഴേക്കും ആ കുടച്ചിൽ കൊണ്ട് അകലത്തിലേക്ക് തെറിച്ചുപോയി. ദേവന്മാർ കരിയില പോലെ പറന്നുപോയി. ഗയാസുരൻ ഒരു കുഴപ്പവുമില്ല. ഗയാസുരൻ ദേവന്മാരോട് പറയുകയാണ്, ദേവന്മാരെ കേൾക്കൂ, നിങ്ങളുടെ കൈകൊണ്ട് എനിക്ക് മരണം സംഭവിക്കുകയില്ല. അതും കൂടി കേട്ടപ്പോൾ ദേവന്മാർ ഭയന്ന് വിറച്ചു. അപ്പോൾ ദേവന്മാരുടെ ഭയം കണ്ട് അനുകമ്പ തോന്നി സാക്ഷാൽ ശ്രീനിവാസൻ വൈകുണ്ഠപതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗയാസുരനുമായി വൈകുണ്ഠപതി ഘോരമായ യുദ്ധം തുടങ്ങി. ഗയാസുരന്റെ പരാക്രമം കണ്ട് നാരായണന് വളരെയധികം സന്തോഷമായി. ദാമോദരൻ അസുരനെ പരാജയപ്പെടുത്തി. മഹാവിഷ്ണുവിന്റെ തൃപ്പാദങ്ങൾ ഗയാസുരന്റെ ശിരസിൽ പതിച്ചു. അങ്ങനെ ഗയശിരസുള്ള വിഷ്ണു പാദത്തിലാണ് ദേവന്മാർ പിണ്ടം ചെയ്യുന്നത്. അതാണ് ഈ ഭൂമി. ഇവിടെ
പിണ്ടം നൽകിയാൽ പിതൃക്കൾ മോക്ഷത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ഗയാധാമത്തിന് ഇത്ര പ്രസിദ്ധി വന്നത് എന്ന് ശ്രീരാമചന്ദ്രൻ സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈ ഗയയുടെ മഹാത്മ്യവും ഫാൽഗു നദിയുടെ മഹാത്മ്യവും മുമ്പ് അറിയാമായിരുന്നോ? നിങ്ങൾ യൂട്യൂബിൽ ഫാൽഗു റിവർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം വീഡിയോസ് ഈ ഫാൽഗു റിവറിനെ പറ്റിയിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ആളുകൾ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കുഴിക്കുമ്പോൾ, കൈകൊണ്ട് കുഴിക്കുമ്പോൾ വെള്ളം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഭൂമിക്കടിയിലൂടെ ഈ നദി ഒഴുകുകയാണ്. പുറത്തിങ്ങനെ വിശാലമായ ഒരു മൈതാനമാണ്. പുറമേ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇത്രയും ജലം ഒഴുകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ കൈകൊണ്ട് ഇങ്ങനെ കുഴിച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വരും. അവിടെ ധാരാളമായിട്ട് ആളുകൾ പിണ്ടതർപ്പണം ചെയ്യുന്നതായിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വിഷ്ണുപാദം പതിച്ച സ്ഥലത്ത് ഗയാസുരനെ വധിച്ചിട്ട് ഗയാസുരന്റെ ശിരസിൽ മഹാവിഷ്ണു ഇങ്ങനെ പാദം സമർപ്പിച്ചു എന്നുള്ള ആ പ്രദേശത്ത് ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പോയിട്ടില്ല, വീഡിയോ കണ്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബിൽ അങ്ങനെ അടിച്ചു കൊടുത്തു നോക്കൂ ഫാൽഗു റിവർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവറിൻ്റെ മഹാത്മ്യത്തെ പറ്റിയും അതുപോലെ ആ ക്ഷേത്രവും പിണ്ടതർപ്പണം ചെയ്യുന്ന വീഡിയോസും ഒക്കെ ധാരാളമായിട്ട് യൂട്യൂബിൽ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഈ കഥ അറിയാമായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറയണം. ഈ സ്ഥലങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയും ഇവിടെ സീതാദേവി പിണ്ടതർപ്പണം ചെയ്തതിനെ പറ്റിയും ഒക്കെ തന്നെ വളരെ വിശദമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതം പഠിക്കുന്ന സമയത്ത് ഇവിടെ പാണ്ഡവർ വന്ന് പിണ്ടതർപ്പണം നടത്തിയതിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അത് നമുക്ക് മഹാഭാരതം പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ആ സമയത്ത് പറഞ്ഞു പോകാം. ഇതോടുകൂടി അയോധ്യാകാന്ഡം അവസാനിച്ചു. ഇനി അടുത്ത അധ്യായം ആരണ്യകാന്ഡമാണ്. ഒരുപാട് സംഭവ വികാസങ്ങളും ഒരുപാട് കഥകളും ഉപകഥകളുമുള്ള ഒരു ഭാഗമാണ് ഇനി വരുന്നത്. നിങ്ങളെല്ലാവരും ദിവസവും ഒരു അരമണിക്കൂർ മാധവത്തിന്റെ കൂടെ ചിലവാക്കാനായിട്ട് നിശ്ചയിക്കണം. ഈ കഥകളൊക്കെ നമുക്ക് പഠിക്കാം. ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും കൂടെ നമുക്ക് സഞ്ചരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.